ലക്ഷത്തിൽ 60% കുട്ടികളായിരിക്കണം എന്നൊക്കെ പറയുമ്പം 60,000 പിള്ളേര് നമുക്കുണ്ടോ? ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 250 ഇടവകകളിലും നാളെ മുതൽ കുടുംബങ്ങളിൽ പുതു ഊർജം പകരുന്ന ശ്രദ്ധേയമായ പദ്ധതിക്ക് തുടക്കം. വരാനിരിക്കുന്നത് ആത്മീയ ചൈതന്യത്തിൽ നിറയുന്ന 5 മാസങ്ങൾ. ഈശോയുടെ തിരുപ്പിറവിയുടെ 2025 ജൂബിലി ആഘോഷിക്കുമ്പോൾ അവിടുത്തെ വചനം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നൂറുമേനി വചന പഠന പദ്ധതി കുടുംബങ്ങളിൽ പുതു ഊർജം പകരുന്നുവെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ തോമസ് തറയിൽ. ലോഗോസ് കിസ് ഒക്കെ ആരംഭിച്ച് ഒത്തിരി വർഷങ്ങളായി. ഒരു ചെറിയൊരു മടുപ്പുണ്ട് ആൾക്കാരുടെ ഇടയിൽ അതൊക്കെ പഠിക്കാനും ഒക്കെ. പക്ഷേ അവധാനപൂർവ്വം ബൈബിള് തുറന്ന് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ജനം ബൈബിള് തുറക്കാനും വായിക്കാനും ഒക്കെ ആരംഭിക്കും. അത് നല്ല കാര്യമാണ്. ഏതായാലും നമുക്ക് ഈ ഒരു വചനം പഠനം മനഃപാഠമാക്കുന്ന ഈ ഒരു കാര്യം അത് നമുക്ക് വളരെ നന്നായിട്ട് നടപ്പിലാക്കണം. അത് വളരെയേറെ ജനകീയമായിട്ട് വളർന്നു. നൂറുമേനി സീസൺ 3 അതെത്തി. അത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. സണ്ണിച്ചൻ ഇങ്ങനെ ഒരു ദിവസം മുറി വന്ന് പറഞ്ഞ ഒരാശയമാണിത്. ആദ്യം നമ്മൾക്കത് മനസ്സിലാക്കാൻ നമ്മൾ കുറേ സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും മാന്തുരുത്തിച്ചനാണ് അത് കൃത്യമായിട്ട് പിടികിട്ടിയത്. അതുകൊണ്ട് അച്ഛൻ വളരെ പെട്ടെന്ന് അത് നടപ്പിലാക്കി. അങ്ങനെ നമ്മൾ ആരംഭിച്ചു. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ആത്മായ സഹോദരങ്ങളെല്ലാം അത് വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുത്തു. നമ്മുടെ അതിരൂപതയുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് വരുന്ന ഒരു പരിപാടിയാണിത്. അതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. 1,60,000 കുട്ടികളായിരിക്കണം എന്നൊക്കെ പറയുമ്പം 60,000 പിള്ളേര് നമുക്കുണ്ടോ? നമ്മുടെ അതിരൂപതയിൽ സൺഡേ സ്കൂളിൽ ഏതാണ്ട് 30,000 പിള്ളേരൊക്കെ ഉള്ളതാണ് ഞാൻ കേട്ടത്. പിന്നെ യൂത്തിൻ്റെ കാര്യം അതിനേക്കാൾ കുറവായിരിക്കും. ഇപ്പം ടിറ്റോ സാറിൻ്റെ ചലഞ്ച് വലിയ പാടായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം, അല്ലേ? നമുക്ക് പരിശ്രമിക്കാം തീർച്ചയായിട്ടും. മാത്രം ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള ഒരു വായനയാണ് ബൈബിൾ വായന. അപ്പോൾ നമ്മുടെ ഈ ഒരു നൂറുമേനി ബൈബിൾ വായനയും പഠനത്തെയും എല്ലാം പല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ്. ആ രീതിയിൽ അത് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഈ വർഷം ജൂബിലി വർഷമാണ്. ജൂബിലി വർഷം കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചെല്ലാം നമ്മൾ ധ്യാനിക്കുന്ന വർഷം. കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പരിസരപിതാവ് ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെട്ട വർഷമാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഊർജമാകാൻ ഈ വചന പഠനം സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ നടന്ന സമ്മേളനത്തിൽ നൂറുമേനി സീസൺ 3 പഠന പുസ്തകം പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ രേഖ മാത്യൂസിന് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുകയായിരുന്നു മെത്രാപ്പോലിത്ത. നൂറുമേനി കുടുംബ വചന പഠന പദ്ധതി മംഗളവാർത്തക്കാലം ആരംഭിക്കുന്ന ഡിസംബർ 1 ഞായറാഴ്ച ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 250 ഇടവകകളിലും ഔദ്യോഗികമായി ഇടവക വികാരിയച്ചന്മാരുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കും. ഈ വർഷത്തെ പഠന വിഷയം റോമാലേഖനം മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളാണ്. ഇതോടൊപ്പം മനഃപാഠമാക്കുവാൻ യാക്കോബ് ശ്ലീഹായുടെ ലേഖനവും സങ്കീർത്തനം 119 നൽകിയിരിക്കുന്നു. മാർച്ച് വരെയുള്ള മാസങ്ങളിൽ സൺഡേ സ്കൂൾ കുടുംബ കൂട്ടായ്മ തലങ്ങളിൽ ആയിരിക്കും നൂറുമേനി വചന പഠനവും മത്സരങ്ങളും. ഇടവക തല മത്സരം ഏപ്രിൽ 6 ഞായറാഴ്ചയും ഫൊറോന തല മത്സരം മെയ് 4 ഞായറാഴ്ചയുമാണ് നടത്തപ്പെടുന്നത്. പുസ്തക പ്രകാശന ചടങ്ങിൽ ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട് അധ്യക്ഷത വഹിച്ചു. ബൈബിൾ അപ്പോസ്തലേറ്റ് കുടുംബ കൂട്ടായ്മ അതിരൂപത ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തിൽ, മാക് ടി വി ഡയറക്ടർ ഫാദർ മാത്യു മുരിയങ്കരിച്ചിറയിൽ, പ്രവാസി അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ടെജി പുതുവീട്ടിൽക്കളം, നൂറുമേനി ചെയർമാൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ, ഡോക്ടർ റൂബിൾ രാജ്, ഡോക്ടർ PC അനിയൻകുഞ്ഞ്, പ്രൊഫസർ ജോസഫ് ടിറ്റോ നേരിയംപറമ്പിൽ, ഷിജി ജോൺസൺ, സാംസൺ വലിയപറമ്പ്, ജോസഫ് ചാക്കോ, സിസ്റ്റർ ചെറുപുഷ്പം SOBS, ടോമിച്ചൻ പുല്ലാൻകാവുങ്കൽ, ബ്രദർ തോമസുകുട്ടി പുല്ലുകാട്ട്, ജോസുകുട്ടി കുട്ടമ്പേരൂർ, കുടുംബ കൂട്ടായ്മ ബൈബിൾ അപ്പോസ്തലേറ്റ് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഠന പുസ്തകം ഡിസംബർ 5 വ്യാഴാഴ്ച മുതൽ കുടുംബ കൂട്ടായ്മ അതിരൂപത ഓഫീസിൽ ലഭിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് 7306208356 എന്ന നമ്പറിലും 9961369380 എന്നീ നമ്പറിലും ബന്ധപ്പെടുക.